ടാക്സ് റിട്ടേൺ ലഭിക്കുന്നതുമായ സ്വർണം കൊണ്ടുപോകണം. ഇതിന് ഉദാഹരണമാണ് ഇന്ത്യയിൽ നിന്നും ഗോൾഡ് വാങ്ങുമ്പോൾ നിലവിലെ ടാക്സ് എന്നത് ഗോൾഡ് ബാർ അല്ലെങ്കിൽ കോയിനുകൾക്കും ജ്വല്ലറി ആഭരണങ്ങൾക്കും 3% GSTയും മേക്കിംഗ് ചാർജിന് 5% GSTയും ഗോൾഡ് സ്മിത്ത് സിൽവർ സ്മിത്ത് സർവീസിന് 5% GSTയുമാണ്. ഗോൾഡിൽ പെട്ടെന്നുണ്ടായ ഇടിവ് ഇന്നത്തെ ബജറ്റ് കൊണ്ട് മാത്രമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഗ്ലോബലി റേറ്റ് തീരുമാനിക്കുന്നത് LBMA ആണ്. ഈ വർഷം 2024 ജൂലൈ 17 ഗ്ലോബലി ഗോൾഡ് ഹിസ്റ്ററിയിൽ തന്നെ റെക്കോർഡ് പ്രൈസിലെത്തിയത്. പെർ ട്രോയ് ഔൺസിന് $2470 എന്ന കണക്കിലാണത്. അതിനുശേഷം ഈ അടുത്ത 4 ദിവസങ്ങൾ കൊണ്ട് $90 ഇടിയുകയും ചെയ്തു. ഗ്ലോബലി ഉണ്ടാകുന്ന ഗോൾഡിന്റെ വിലക്കയറ്റവും ഇറക്കവും ഇന്ത്യൻ മാർക്കറ്റിലെ ഗോൾഡിന്റെ വിലയെ തീർച്ചയായും ബാധിക്കും. ഇന്ത്യയിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുന്നതുകൊണ്ട് സ്മഗ്ലിംഗ് ചെയ്യുന്ന വമ്പന്മാർക്ക് ലാഭം കുറയുമെന്നല്ലാതെ ചെറിയ ക്വാണ്ടിറ്റി കൊണ്ടുവരുന്നവർക്ക് വലിയ ഇമ്പാക്ട് ഉണ്ടാവുകയില്ല. ബജറ്റിന് പിന്നാലെ കമ്പനി സ്റ്റോക്കുകളുടെ വില ഇടിയുകയും ഗോൾഡ് കമ്പനികളുടെ സ്റ്റോക്കുകളിൽ ബൂം ഉണ്ടാവുകയും ചെയ്തു. ഇത് ഇന്ത്യയിൽ ഇൻവെസ്റ്റേഴ്സിനെ ഗോൾഡിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യിക്കുന്നു എന്നത് വ്യക്തമാക്കുന്നു. വരും ദിവസങ്ങളിൽ ഗോൾഡിന്റെ വില കുറയുമെങ്കിലും പിന്നീട് ഗോൾഡിൽ ഒരു വലിയ ബൂം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. സംശയങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഫോളോ ചെയ്ത്